ഹായ്, ഞാൻ പടവിൽ സമ്പത്ത്, ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് എന്ന ഒരു ചിന്ത നിങ്ങളെ പിറകോട്ട് വലിക്കുന്നുണ്ടോ? ഹൗ, അതാണ് വില്ലൻ. ഹൗ എന്നത് ഒരു ആക്ഷൻ പാർട്ടാണ്. അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഇൻസ്പിറേഷൻ അത് നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഉദാഹരണത്തിന്, 10,000-കണക്കിന് പരീക്ഷണങ്ങൾ നടത്തി അതിന്റെ ഒടുവിൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ബൾബ്. ബൾബ് കണ്ടുപിടിക്കുക എന്ന ആശയത്തോടൊപ്പം എഡിസന്റെ മനസ്സിൽ രൂപം കൊണ്ട ചിന്ത ഹൗ എന്നതല്ല. ഹൗ എന്നതായിരുന്നു എഡിസന്റെ മനസ്സിൽ രൂപം കൊണ്ട ചിന്തയെങ്കിൽ 10,000-ഓളം പരീക്ഷണങ്ങളെ എഡിസന് മറികടക്കാൻ കഴിയില്ലായിരുന്നു. പകരം എഡിസണിലുണ്ടായിരുന്ന ചിന്ത വൈ, എന്തിന് എന്നതാണ്. വൈ ഐ വാണ്ട് ടു ഇൻവെന്റ് ബൾബ്. ഞാൻ എന്തിന് ബൾബ് കണ്ടുപിടിക്കണം? ബൾബ് എന്ന ഒരു ഉൽപ്പന്നം കണ്ടുപിടിക്കപ്പെട്ടാൽ അത് ഈ സമൂഹത്തിന് ഉണ്ടാക്കാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച് എഡിസൺ ചിന്തിച്ചു. അതാണ് ബൾബ് എന്ന ഒരു ലക്ഷ്യത്തിന്റെ പിറകിലുള്ള വൈ എന്ന പ്രചോദനം. ക്ലാരിറ്റി ഓൺ വൈ വിൽ ട്രാൻസ്ഫോം യുവർ വാണ്ട് ടു എ നീഡ്. നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ അതിനെ ഒരു ആവശ്യമാക്കി മാറ്റാൻ കഴിയുന്ന മാന്ത്രിക ശേഷിയുള്ള ഒരു ചിന്തയാണ് വൈ. അതുകൊണ്ട് ഹൗ എന്ന ചിന്തയെ ഇവിടെ ഇപ്പോൾ ഉപേക്ഷിക്കും. പകരമായി എന്തിനു വേണ്ടി ഞാൻ എൻ്റെ ലക്ഷ്യം നേടണം? വൈ. ഈ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ, ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഇവിടെ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒത്തിരി കാരണങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായ നേട്ടങ്ങളും അതോടൊപ്പമുള്ള അംഗീകാരങ്ങളും മാത്രമല്ല, അതിനുമപ്പുറം നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യം നേടാൻ പ്രാപ്തരാക്കുന്ന അനേകം ഇമോഷണൽ റീസണുകൾ അവിടെ ഉണ്ടാകും. അവയെല്ലാം ഇപ്പോൾ തന്നെ ഒരു കടലാസിൽ പകർത്തി വെക്കും. അത് എഴുതി പൂർത്തിയായ ശേഷം നന്നായി പകർത്തി എഴുതി, അതല്ലെങ്കിൽ DTP ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് എന്നും നിങ്ങൾ കാണുന്ന ഒരു സ്ഥലത്ത് വെക്കും. നിങ്ങളുടെ ലക്ഷ്യം നേടാനുള്ള ഊർജം അത് നിങ്ങൾക്ക് നൽകും. കൺഗ്രാജുലേഷൻസ്.